ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് അല്ലേ? ഇന്നലെ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. പെട്ടെന്നത് നമുക്കങ്ങനെ ഹീൽ ചെയ്യാനൊന്നും പറ്റില്ല. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ചില ആക്ഷൻസും ചില പ്രാക്ടീസസും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്നലെ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെ ആ തോട്ട് വീണ്ടും വീണ്ടും ആ ഒരു ചിന്ത വരുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ അഭിമാനത്തിനെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. നമ്മുടെ സെൽഫ് വർത്തിനെ അതിൽ നിന്ന് മാറ്റുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കണം: ഞാൻ നല്ല വാല്യൂ ഉള്ള ആളാണ്, ഞാൻ അദ്ദേഹത്തിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നൊരു ബുക്കിൽ എഴുതിയിട്ട് അവിടെ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു എന്ന് എഴുതുക, അവിടെ ടിക്ക് ചെയ്യുക. നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളോട് പറയുക: ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യം ചെയ്തു, ഞാൻ വളരെ സത്യസന്ധമായ ആ ബന്ധത്തിൽ ഇടപെട്ടിരുന്നു, ഞാൻ വളരെ നല്ല ആളാണ്, ഞാൻ വളരെ കഴിവുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനോ എൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്നോട് സത്യസന്ധമായി ഇരിക്കാനോ കഴിഞ്ഞില്ല. അത് അയാളുടെ കുറ്റമാണ്, എൻ്റെ കുറ്റമല്ല. അങ്ങനെ എൻ്റെ വില മനസ്സിലാക്കാതെ അദ്ദേഹം പോവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം ആ റിലേഷൻഷിപ്പ് പിന്നീട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതിങ്ങനെ തന്നെ പൊളിഞ്ഞു പോകാൻ തന്നെയാണ് സാധ്യത, അല്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇമോഷൻസിനെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമോഷൻസിനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിടുക. നമുക്ക് കരയാൻ തോന്നിയാൽ കരയുക. ഇനി നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ചിന്ത വരികയാണെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് എഴുതുന്ന പോലെ, ഓപ്പോസിറ്റുള്ള ആൾക്ക് എഴുതുന്ന പോലെ നമ്മളൊരു ലെറ്റർ എഴുതുക. ലെറ്റർ എഴുതിയിട്ട് അത് കത്തിച്ച് കളയുകയെ, അത് ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയുകയെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനി വീണ്ടും നമുക്കത് ടെൻഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരുന്ന ഇമോഷൻസ്, ഇപ്പം നമുക്ക് വളരെ ഉച്ചത്തിൽ സംസാരിക്കാൻ തോന്നി, ചീത്ത പറയാൻ തോന്നുകയാണെങ്കിൽ നമ്മളോട് തന്നെ ഒറ്റയ്ക്കിരുന്ന് മറ്റേ ആളെ ചീത്ത പറയുന്ന പോലെ നമ്മളത് ചെയ്യുക. അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വിടുക. ഇനിയുള്ള മുന്നോട്ടുള്ള വേറെ സ്റ്റെപ്പുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ബൈ.